So welcome back once again. So right now I am sharing my screen and you can take your textbook also. Text എടുത്തോ? Yes. Okay. So today we are going to look at this new chapter. Do you know who is this? This picture? Speak. Unmute ചെയ്ത് സംസാരിക്ക്. On children, on teacher. ഓക്കെ, അത് ചാപ്റ്ററിന്റെ പേര്. ഇതിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് ആരാണെന്ന് അറിയാമോ? Teacher. അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ആരായാലും അതും റെക്കോർഡ് ആവുന്നുണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ഞാൻ അയച്ചു തരുമ്പോൾ കേട്ടാല് അറിയാം. ഓക്കെ, സോ മാക്സിമം പറഞ്ഞു കൊടുക്കാതിരിക്കുക. പിള്ളേർ തന്നെ സ്വന്തമായിട്ട് പറയട്ടെ, അതായിരിക്കും നല്ലത്. ഷാരോൺ, അറിയാവോ ആരാന്ന്? Teacher. ഓക്കെ, അല്ല, ഇതിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഈ ഫോട്ടോ ആരാണെന്ന് അറിയാവോ? ഓക്കെ, ഫൈൻ. സഞ്ജയ്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയാസിലും എല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരാളാണ്. സോ ഹെർ നെയിം ഈസ് മലാല യൂസഫായി. ഇത് സംസാരിക്കാത്തവരൊക്കെ മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, സോ ഹെർ നെയിം ഈസ് മലാല യൂസഫായി. So I'm reading it. ആരുടെയോ okay. So you are part of different families, societies, communities. Yeah, good morning, Gauri. നമ്മൾ ഇപ്പൊ തുടങ്ങുന്നതേ ഉള്ളൂ. ഓക്കെ, ടെക്സ്റ്റ് എടുത്തോ, പേജ് നമ്പർ 62, അല്ലെങ്കിൽ സ്ക്രീനിലായാലും നോക്കാം. ഓക്കെ, സോ തുടങ്ങിയാണ്. യു ആർ പാർട്ട് ഓഫ് ഡിഫറെന്റ് ഫാമിലീസ്, സൊസൈറ്റീസ്, കമ്മ്യൂണിറ്റീസ് എക്സെട്ര. നിങ്ങൾ പല പല ഫാമിലിയുടെയും സൊസൈറ്റിയുടെയും ഒക്കെ ഭാഗമാണ്. സംടൈംസ് യു ഹാവ് ടു ഫേസ് മെനി സ്ട്രഗിൾസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ്. ചില സമയത്ത് നിങ്ങൾക്ക് പലവിധമായ ബുദ്ധിമുട്ടുകൾ, ലൈക്ക് സ്ട്രഗിൾസ്, നിങ്ങൾ ചിലപ്പോൾ ധാരാളം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറെ ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കേണ്ടി വരും. Who will help you in such situation? അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോ ആരാ നിങ്ങളെ സഹായിക്കുന്നേ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഷാരോൺ. ടീച്ചേഴ്സ്. ഓക്കെ, അപ്പോ ഇപ്പൊ വീട്ടിലാണ്. അപ്പൊ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്തായിരിക്കും പറയാ? പിന്നെ then who? Mother. Parents, അല്ലെ? അപ്പൊ most of the time in our life our parents are helping us to അനുജ മ്യൂട്ട് ചെയ്ത് വെക്കേ, കാര്യം അവിടെ നിന്ന് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കേ. ഓക്കെ, ഓക്കെ. സോ ഇത്തരം സിറ്റുവേഷൻസിൽ നമ്മുടെ പാരന്റ്സ് ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുക. ഇൻ സിൻഡ്രലാസ് ലൈഫ് എ ഫെയറി ഹെൽപ്ഡ് ഹെർ ടു ചേഞ്ച് ഹെർ ഫോർച്യൂൺ. ബട്ട് ഇൻ റിയൽ ലൈഫ് ക്യാൻ വി എക്സ്പെക്ട് സച്ച് ഫെയറീസ് ടു ഹെൽപ്പ് us? ഈ സിൻഡ്രലയുടെ ലൈഫിൽ നമ്മൾ പഠിച്ചതാ എന്താ? ഒരു ഫെയറി വന്ന്, ഒരു ഗോഡ് മദർ വന്ന് അവളെ ഹെൽപ്പ് ചെയ്തു. പക്ഷേ ഇൻ റിയൽ ലൈഫ്
Can we expect such fairies to help us? നമുക്ക് അത്തരത്തിലുള്ള ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് ഫെയറി അതിൽ ഗോഡ് മദർ, ഒരു ഇമാജിനറി ക്യാരക്ടർ, ഓർ സമൺ ഫ്രം ലൈക്ക് എന്ത് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ആരെങ്കിലും ഒരു ഫെയറിയോ എന്തെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? No. No. Then who will help? Who will help you? റിത്തു, ആരായിരിക്കും സഹായിക്കുക? പാരന്റ്സ്, വീട്ടുകാർ. റൈറ്റ്. പാരന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഇത് ഹെൽപ്പ് ചെയ്യാം. So there are some people in our society who raise their voice for their rights and also for bringing about positive changes in the society. There are some people in our society, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ കുറെ ആൾക്കാരുണ്ട്. Who raise their voice, അവർ നമുക്ക് വേണ്ടി ശബ്ദമുയർത്തി. എന്തിനാ? For their rights and also for bringing about positive changes in society. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും, റൈറ്റ്സ് അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും, ആൻഡ് ബ്രിങ്ങിങ് അബൌട്ട് പോസിറ്റീവ് ചേഞ്ചസ്, ഒരു നല്ലൊരു ചേഞ്ച്, നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്ന നല്ലൊരു ചേഞ്ചിന് വേണ്ടിയിട്ടും ഉള്ള ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. മലാല യൂസുഫായ് ഈസ് വൺ അമംഗ് ദം. മലാല യൂസുഫായ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും അതിന് ഒരു എക്സാമ്പിൾ ആണ്. She is a girl who stood up for education and suffered for that. മലാല യൂസുഫായ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവിടുത്തെ നിയമം അനുസരിച്ച് they can't study, even girl children cannot study. So she raised her voice for all the students, for her studies, for her and her friends' studies. അപ്പോൾ എല്ലാവരുടെയും സ്റ്റഡീസിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇത് സംസാരിക്കുകയും അതിനുവേണ്ടി കുറെ സഫേർഡ് ഫോർ ദാറ്റ്, കുറെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ്. Let's read the speech of Malala which she delivered at the UN General Assembly. UN General Assembly മീറ്റിംഗില് ഈ മലാല ഒരു സ്പീച്ച് നൽകി. അതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. നോക്കാവോ? Yes, sir. Okay. Yeah. So chapter name, one child, one teacher, one pen and one book can change the world. ഒരു കുട്ടിക്കും ഒരു ടീച്ചറിനും ഒരു പേനയ്ക്കും ആൻഡ് വൺ ബുക്ക്, ഒരു ബുക്കിനും നമ്മുടെ ഈ ഒരു ക്യാൻ ചേഞ്ച് ദ വേൾഡ്, അതായത് നമ്മുടെ ഈ ലോകത്തെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതാണ് ഹെഡിങ്, ടൈറ്റിൽ. ഓക്കെ. Respected elders and my dear brothers and sisters. So ഇതൊരു സ്പീച്ച് ആണ്. That's why it's starting like this. Respected elders. നമ്മളൊരു സ്പീച്ച് പറയുമ്പോൾ പറയത്തില്ലേ, ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന ആൾക്കാരെ സംബോധന ചെയ്യും, ടീച്ചേഴ്സിനെ സംബോധന ചെയ്യും, അല്ലെങ്കിൽ എവിടെയാണോ ആ ഒരു പൊസിഷനെ സംബോധന ചെയ്യുമല്ലോ. സോ ഹിയർ ഓൾസോ റെസ്പെക്റ്റഡ് എൽഡേഴ്സ് ആൻഡ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ, എൻ്റെ മുതിർന്നവരെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ. Today it is an honor for me to be speaking again after a long time. Today, ഇന്ന് it is an honor. ആരാ സംസാരിക്കുന്നേ? Okay. Today it is an honor. ഇന്ന് എനിക്ക് വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ അഭിമാനമുണ്ട്. ഓണർ, അഭിമാനിക്കുക. For speaking again after a long time. Being here with such honorable people is a great moment in my life. ഇപ്പോ നിങ്ങളെപ്പോലും, അതായത് അവിടെ വേദിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഒത്ത് അവർക്ക് നമ്മുടെ മലാലയ്ക്ക് ആ ഒരു സ്റ്റേജ് പങ്കിടാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നാ പറയുന്നത്. I don't know where to begin my speech. എനിക്കറിയില്ല where to begin, എവിടെ എൻ്റെ സ്പീച്ച് എവിടെ തുടങ്ങണമെന്ന്.
I don't know what people would be expecting me to say. I don't know. എനിക്കറിയില്ല ആളുകൾ ആളുകൾ എന്താണ് വാട്ട് വുഡ് ബി എക്സ്പെക്ടിങ് വാട്ട് പീപ്പിൾ വുഡ് ബി എന്തായിരിക്കും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെ ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതെനിക്ക് അറിയത്തില്ല. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ, thank you God for whom we all are equal, and thank to every person who has prayed for my fast recovery and a new life. അപ്പോ അവിടെ പറയാണ്, പക്ഷേ എല്ലാത്തിനും ആദ്യമായി എല്ലാവരെയും, അതായത് ഈ ദൈവത്തോടും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും എല്ലാം നന്ദി പറഞ്ഞു കൊള്ളുന്നു. സോ താങ്ക് യു ഗോഡ് ആൻഡ് താങ്ക് യു എവറി പേഴ്സൺ ഹു ഹാസ് പ്രേഡ് ഫോർ മൈ ഫാസ്റ്റ് റിക്കവറി ആൻഡ് എ ന്യൂ ലൈഫ്. അവൾക്ക് അവളുടെ ആ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. I cannot believe how much love people have shown me. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. I cannot believe, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. How much love, എത്ര സ്നേഹമാണ് people have shown me, അവർ എന്നോട് കാണിച്ചത്. I have received thousands of good wishes, wish cards and gifts from all over the world. എനിക്ക് ആയിരക്കണക്കിന് നല്ല വിഷ് കാർഡ്സ്, അതായത് നമ്മുടെ ക്രിസ്മസ് കാർഡ്, അതല്ലെങ്കിൽ അതുപോലെ ഓരോ ഗ്രീറ്റിംഗ് കാർഡ്, അതുപോലുള്ള കാർഡ്, ഒരു നല്ല റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷസ് കൊടുക്കുകയും ആൻഡ് ഫ്രം വേർ ആൻഡ് ഗിഫ്റ്റ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് സമ്മാനങ്ങളും അതുപോലെ കത്തുകളും ലഭിച്ചു. താങ്ക് യു ടു ഓൾ ഓഫ് ദം, എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ടു ദ ചിൽഡ്രൻ ഹൂസ് ഇന്നസെന്റ് വേർഡ്സ് എൻകറേജ്ഡ് മീ. ആ കത്തുകളിൽ കുറച്ച് കുട്ടികളുടെ കത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കത്തും അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ, ചിൽഡ്രൻ, ഇന്നസെന്റ് വേർഡ്സ് ഓഫ് ചിൽഡ്രൻ, അവരുടെ നിഷ്കളങ്കമായ വാക്കുകൾ, വിച്ച് എൻകറേജ്ഡ് മീ, എന്നെ പ്രചോദനപ്പെടുത്തിയത്. താങ്ക് യു to my elders whose prayers strengthened me. എല്ലാവർക്കും, അതായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോ അത്രയും മനസ്സിലായോ? അതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തു. Dear brothers and sisters, do remember one thing. എല്ലാവരോടും ഒന്നുകൂടെ അഭിസംബോധന ചെയ്യുകയാണ്. ആൻഡ് ഡു റിമെമ്പർ വൺ തിങ്, ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. മലാല ഡേ ഈസ് നോട്ട് മൈ ഡേ. മലാല ദിവസം ഈസ് നോട്ട് മൈ ഡേ, എൻ്റെ ദിവസം അല്ല. Today is the day of every woman, every boy and every girl who have raised their voice for their rights. ഇപ്പോ മലാല എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ, ഞാൻ പറയില്ല, മലാല പാകിസ്ഥാനിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവർക്ക് അവിടെ അവരുടെ നിയമം അനുസരിച്ച് പെൺകുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയ ഒരാളാണ് ഈ മലാല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ടെററിസ്റ്റ് അല്ല അവരുടെ പട്ടാള നിയമം അവളെ കൊല്ലുവാൻ നോക്കി. അപ്പോ അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടതാണ് മലാല. അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെട്ടതിന് ശേഷം വരുന്ന ഒരു സ്പീച്ചാണിത് നമ്മുടെ UN വെച്ച്. അപ്പോൾ അതുകൊണ്ടാ പറയുന്നത്, ഇത് എൻ്റെ ദിവസമല്ല, ബട്ട് ടുഡേ ഇസ് ദ ഡേ ഓഫ് എവ്രി വുമൺ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും, എവറി ബോയ്, എല്ലാ കുട്ടികൾക്കും, ആൺകുട്ടികൾക്കും, എവറി ഗേൾ, എല്ലാ പെൺകുട്ടികൾക്കും, ഹു ഹാവ് റേസ്ഡ് ദെയർ വോയിസ് ഫോർ ദെയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയ എല്ലാവരുടെയും ദിവസമാണ് ഇന്ന്. There are hundreds of human rights activists and social workers who are not only speaking for human rights, but who are struggling to achieve their goals of education, peace and equality. അതായത് നമ്മുടെ സമൂഹത്തില്,
അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമല്ല, അതായത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അല്ലെ മനുഷ്യാവകാശത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട്, പിന്നെ സോഷ്യൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ആൻഡ് ദോസ് ആർ സ്ട്രഗ്ലിംഗ് ടു അച്ചീവ് ദർ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ കിട്ടാനായിട്ട്, എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടാനായിട്ട് ട്രൈ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. പീസ് ആൻഡ് ഇക്വാലിറ്റി, സമാധാനം, ലോക സമാധാനത്തിനും ഇക്വാലിറ്റി, എല്ലാവർക്കും ഒരുപോലെ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒരേ നിയമം, അല്ല എങ്കിൽ ഒരേ അവകാശങ്ങൾ കിട്ടുവാനായിട്ട് ട്രൈ ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. Thousands of people have been killed by the terrorists and millions have been injured. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസില് കുറെ ആൾക്കാർ, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, കുറെ ആൾക്കാര് മരിച്ചിട്ടുണ്ട്. അതായത് കിൽഡ് ബൈ ടെററിസ്റ്റ് അവരെ കൊന്നിട്ടുണ്ട്. ആൻഡ് മില്യൺസ് ഹാവ് ബീൻ ഇൻജേർഡ്. ഇതേപോലുള്ള സമരങ്ങളിലും അല്ലെങ്കിൽ ഇത് പ്രൊട്ടസ്റ്റിലും എല്ലാം കുറെ പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഐ ആം ജസ്റ്റ് വൺ ഓഫ് ദം. ഞാനും അതിൽ പെടുന്ന ഒരാളാണ്. അതായത് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന ഒരാളാണ്. അത്രയും മനസ്സിലായോ? Yes, sir. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Yes, sir. Okay. No. Okay. Dear sisters and brothers, we realize the importance of light when we see darkness. അതായത് അവൾ പറയുകയാണ്, എൻ്റെ സഹോദരന്മാരെ, വി റിയലൈസ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ്, ഈ വെളിച്ചത്തിന്റെ ആവശ്യകത, വെൻ വി സീ ഡാർക്ക്നെസ്, നമ്മൾ ഇരുട്ടിലായിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വെളിച്ചത്തിന്റെ ആവശ്യകത മനസ്സിലാക്കാൻ സാധിക്കുന്നത്. We realize the importance of our voice when we are silenced. നമ്മൾ നിശബ്ദരാക്കപ്പെടുമ്പോഴാണ് നമ്മുടെ വോയിസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോ ഒരു ദിവസം നിങ്ങൾക്ക് ഫുള്ളായിട്ട് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? No. എന്തുകൊണ്ടാ പറ്റാത്തെ? പറ്റില്ല. ഓക്കെ, അപ്പൊ ഒരു ദിവസം ഇപ്പോ നിങ്ങളുടെ വാ ഫുൾ മൂടിക്കെട്ടി ഒരു ദിവസം ഫുൾ ഇരിക്കാൻ പറയുന്നു എന്ന് വെക്കുക, അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? എന്താ തോന്നും? വിശപ്പ് തോന്നും. വിശപ്പ് തോന്നോ? നിശബ്ദത തോന്നും. ഓക്കെ, നിശബ്ദത തോന്നും അല്ലേ? സഞ്ജയ്, നിനക്ക് വിശപ്പ് തോന്നുമല്ലേ? കഴിക്കാൻ പറ്റൂല എന്ന്, കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം നിനക്ക് തരും, എന്നിട്ട് ഇത് സംസാരിക്കാതിരിക്കാനാണ് അടച്ചു കിട്ടുന്നത്. എന്തായാലും നിന്റെ ആ ഒരു ചിന്ത എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. ലൈക്ക് നീ ആ രീതിയിലും ചിന്തിച്ചല്ലോ, നല്ലതായിട്ടോ. ഓക്കെ, സോ അപ്പോ നമുക്ക് അങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോ നമുക്ക് ഒരിടത്തും ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ ഒരിടത്തും പറയാൻ പറ്റത്തില്ല. നമ്മൾ ടോട്ടലി ഇപ്പോ എക്സാമ്പിൾ നമ്മൾ സിൻഡ്രല്ലയുടെ കഥ പഠിച്ചു. അപ്പൊ സിൻഡ്രല്ലയ്ക്ക് അവിടെ ആരുടെ അടുത്തെങ്കിലും അവളുടെ ആ ഒരു സ്റ്റെപ്പ് മദറിന്റെ അടുത്തോ സിസ്റ്റേഴ്സിന്റെ അടുത്തോ എന്തെങ്കിലും പറയാൻ പറ്റുമായിരുന്നോ? നോ. അപ്പോ അതെന്ന് പറയുന്ന അവൾ ടോട്ടലി സഫർ ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനെ അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ, ആണല്ലോ? ഓക്കെ, അതുലിന് ക്ലാസ് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് മെസ്സേജ് ഇട്ടു. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേ, ഞാൻ അതുലിന് റിപ്ലൈ കൊടുത്തിട്ട് വരാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവർ വോയിസ് വെൻ വി ആർ സൈലൻസ്. നമ്മൾ നിശബ്ദരാക്കപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ വോയിസിന്റെ വില മനസ്സിലാവും. ഇൻ ദ സെയിം വേ, വെൻ വി ആർ ഇൻ സ്വാറ്റ്, the north of Pakistan, we realized the importance of pens and books when we saw the guns. അതായത് ഈ സ്വാറ്റ് എന്ന് പറയുന്നത്
ഇത് നോർത്ത് പാകിസ്ഥാനിലുള്ള ഒരു സ്ഥലം, പാകിസ്ഥാനിലെ ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇമ്പോർട്ടൻസ് ഓഫ് പെൻ, അതായത് ബുക്കിന്റെയും പേനയുടെയും പ്രാധാന്യം. എപ്പോൾ നമ്മളവിടെ ഗൺസിനെ കാണുമ്പോൾ, തോക്കായിരിക്കും കാണുന്നത്. കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ടോട്ടൽ ടെററിസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ടെററിസ്റ്റുകളും എല്ലാം എപ്പോഴും തോക്കും കാര്യങ്ങളുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പെന്നിന്റെയും ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു സെക്കൻഡ്. അതുലിന് കണക്ട് ആവുന്നില്ല. ഓക്കെ, അപ്പോ ഇത്രയും പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, The wise saying, the pen is mightier than this world, was true. അതായത് ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, the pen, പേന എന്നത് കത്തിയേക്കാൾ മൂർച്ച കൂടിയതാണ്. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങള് ആ ഒരു പ്രോവർബ്? നോ സർ. ഓക്കെ, അപ്പൊ ഇത് മറക്കരുത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയും, നമ്മുടെ ഇത് കത്തിയേക്കാൾ മൂർച്ചയുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പെൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു പെന്നിന്റെ അത്ര ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഇത്തരം ഈ ഒരു പഴഞ്ചൊല്ല്, ഈ ഒരു സേയിങ് ശരിയാണ് എന്നാണ് മലാല ഇവിടെ പറയുന്നത്. ദ എക്സ്ട്രീമിസ്റ്റ് ആർ അഫ്രൈഡ് ഓഫ് ബുക്സ് ആൻഡ് പെൻസ്. അതായത് ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്തരം ഈ പ്രവൃത്തി ചെയ്യുന്നവര്, അവർക്കൊക്കെ എന്ന് പറയുന്നത് ഇതാ, അതായത് തീവ്രവാദികൾ, എക്സ്ട്രീമിസ്റ്റ് എന്ന് തീവ്രവാദികൾ, ടെററിസ്റ്റ്, അവർക്കെന്ന് പറയുന്നത് ഈ ബുക്കും പേനയും ഒക്കെ പേടിയാണ്. The power of education frightens them. Power of education, അതായത് വിദ്യാഭ്യാസം കിട്ടുന്നത്, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നത് അവർക്കത് പേടി ഉണ്ടാക്കുന്ന കാര്യമാണ്. They are afraid of women. The power of the voice of women frightens them. അതായത് അവർക്ക് സ്ത്രീകളെ പേടിയാണ്. The power of the voice of women frightens them. സ്ത്രീകളുടെ ശബ്ദം, അതായത് നമ്മുടെ സ്ത്രീകൾ ഇവർക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ അത് പേടിയാണ് ഇൻ ദ സെൻസ് അവർക്കെതിരെ തിരിയാൻ പാടില്ല. തിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല, ആർക്ക്, തീവ്രവാദികൾക്കൊന്നും നിലനിൽപ്പില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്, ആ ഒരു പേടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അത്രയും മനസ്സിലായോ? Honorable Secretary General, peace is necessary for education. അപ്പോ നമ്മുടെ ആ ഒരു യു എൻ മീറ്റിംഗില് അവിടെ പറയാണ്, ഈ ഓണറബിൾ സെക്രട്ടറി ജനറൽ, അവിടെ സെക്രട്ടറി ജനറലിന്റെ അടുത്ത് പറയാൻ, ബഹുമാനപ്പെട്ട സെക്രട്ടറി, പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. നമ്മുടെ എഡ്യൂക്കേഷന് സമാധാനമാണ് ഏറ്റവും അത്യാവശ്യം. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്, terrorism, wars and conflicts stop children from going to schools. അപ്പോൾ ടെററിസവും അല്ലെങ്കിൽ വാറും ഇതേപോലുള്ള പ്രശ്നങ്ങളും എല്ലാം അവരെ സ്കൂളിൽ പോകുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. We are really tired of these wars. നമ്മളെല്ലാവരും ഇത്തരം ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു യുദ്ധത്തില് നമ്മളെല്ലാം നമ്മൾ മാക്സിമം സഹിച്ചിരിക്കുന്നു. നമ്മൾ ടയർഡ്, നമുക്ക് ഇനി ഈ ഒരു യുദ്ധം വേണ്ട എന്നുള്ള ഇതാണ് അവിടെ പറയുന്നത്. Women and children are suffering in many parts of the world in many ways. അപ്പോൾ വുമൺ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളും കുട്ടികളും പല രീതിയിലും കഷ്ടപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും പല രീതിയിലും കഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യേ.
ഓക്കെ, ആക്ച്വലി അതുലിപ്പോ മെസ്സേജ് അയക്കുക, അതുലിനെ കേട്ടുവിടാ എന്നുള്ള കാര്യം. പക്ഷെ അതിൽ അവിടെ ഓഡിയോ കണക്ട് ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. Women and children are suffering in many parts of the world in many ways. പല രീതിയിലും ലോകത്തുള്ള പല ഭാഗത്തുള്ള മിക്ക ഭാഗത്തുള്ള സ്ത്രീകൾ സഫർ ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. Many innocent and poor children are victim of child labor. ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് ഈ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ അതായത് ബാലവേല. ഈ ബാലവേലയ്ക്ക് ഇരയാവുന്നത് കുറെ പാവപ്പെട്ട നിഷ്കളങ്കമായ കുറെ കുട്ടികളായിരിക്കും. Young girls have to do domestic child labor and are forced to get married at the early age. അതായത് നമ്മുടെ പെൺകുട്ടികൾ, കൊച്ചു പെൺകുട്ടികൾ അവർ വീട്ടുജോലികളെല്ലാം ചെയ്യാൻ, പലരുടെ വീട്ടുജോലികളെല്ലാം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുകയും ഫോഴ്സ് ടു ഗെറ്റ് മാരീഡ് അറ്റ് എൻ ഏർലി ഏജ്. അവർക്ക് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ കല്യാണം കഴിക്കേണ്ട പ്രായം എത്രയാ? 18 വയസ്സ്, അല്ലെങ്കിൽ അടുത്ത നിയമം വരുന്നത് 21 വയസ്സ്. പക്ഷെ ഇവരിവിടെ പറയുന്ന അതിനു മുമ്പേ തന്നെ, അല്ലെങ്കിൽ ചില 15 വയസ്സില് 14 വയസ്സിലൊക്കെ കല്യാണം കഴിക്കാനായിട്ട് അവർ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. Poverty, ignorance, injustice, racism and the deprivation of basic rights are the main problems faced by both men and women. അപ്പോ പോവർട്ടി എന്ന് പറയുമ്പോൾ പട്ടിണി, ഇഗ്നോറൻസ് അവരെ കൺസിഡർ ചെയ്യാതിരിക്കുക, ഇൻജസ്റ്റിസ് അവർക്ക് നീതി കൊടുക്കാതിരിക്കുക, റേസിസം ആൻഡ് ഡിപ്രിവേഷൻ. റേസിസം മീൻസ് അവരുടെ ജാതി മതത്തിന്റെ പേരില് അവരെ ഉപദ്രവിക്കുക. അപ്പോൾ അതുപോലുള്ള അവർക്ക് അതിനുള്ള ആ ഒരു ഇക്വാലിറ്റി, അവർക്ക് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ട സ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളാൽ അവർക്ക് അതൊരു നല്ലൊരു അഫെക്ഷൻ ഉണ്ടാവും. അഫെക്ഷൻ അല്ല, ഒരു ഡിഫെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോ ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളും അവർക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. So these are the main problems faced by both men and women. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉൾപ്പെടെ ലോകത്തുള്ള ആൾക്കാർക്ക്, ലോകത്തെ പല ഭാഗത്തുള്ള ആൾക്കാർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഇത്രയും മനസ്സിലായോ? Yes, sir. Okay. Okay. Dear fellows, എൻ്റെ കൂട്ടുകാരെ, today I am focusing on women's rights and girls' education because they are suffering the most. അതായത് ഇന്ന് ഞാൻ ഊന്നൽ നൽകുന്നത് എന്തിനൊക്കെയാ? വുമൻസ് റൈറ്റ്സ്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള റൈറ്റ്സ്, അവർക്കുള്ള അവകാശങ്ങളും, ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെയും കുറിച്ചാണ്. ബിക്കോസ് ദേ ആർ സഫറിങ് ദ മോസ്റ്റ്. കാരണം അവരാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത്. There was a time when women social activists asked men to stand up for their rights. ഇത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു when women social activists, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പൊരുതുന്ന ആൾക്കാർ asked men to stand up for their rights. അവരുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അവർ റൈറ്റ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടു. But this time we will do it by ourselves. പക്ഷെ ഇപ്പോ നമ്മൾ തന്നെ അത് ചെയ്യും. അതായത് മലയാള പറയുന്ന കാര്യം എന്ന് പറയുന്നത്, മുമ്പ് ഇത് ആണുങ്ങളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വീട്ടിലെ പുരുഷന്മാരായിരിക്കും ഇത്തരം ആക്ടിവിറ്റീസിനും സമരത്തിനും എല്ലാം പോകുന്നത്. പക്ഷെ സ്ത്രീകളെല്ലാം വീട്ടിനകത്തായിരിക്കും. പക്ഷെ ഇപ്പോ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വയമേ നമ്മളത് ചെയ്യും എന്നാ പറയുന്നത്. I am not telling men to stop away from speaking for women's rights. Rather, I am focusing on women to be independent, to fight for themselves. ഞാൻ ഇവിടെ പറയുന്നില്ല to step away from speaking, men to step away, അതായത് ആണുങ്ങളോട് ഇതിൽ നിന്ന് മാറി നിൽക്കാനോ, അല്ലെങ്കിൽ സ്ത്രീകളോട് വുമൻസിൻ്റെ അടുത്ത്
ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ, അവരോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാനോ അല്ല ഞാൻ പറയുന്നത്. എന്നാലും സ്ത്രീകൾ ഇത്തരം ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് ആണുങ്ങളോട്, പുരുഷന്മാരോട് ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്നല്ല പറയുന്നത്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, നൗ ഇറ്റ്സ് ടൈം ടു സ്പീക്ക് അപ്പ്. ഇപ്പോ നമ്മളിത് സംസാരിക്കേണ്ട സമയം ആയിക്കഴിഞ്ഞു. We call upon the world leaders that all the peace deals must protect women's and children's rights. അതായത് നമ്മൾ പറയും, നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ലീഡേഴ്സ്, അപ്പോൾ പീസ് ഡീൽസ് ഉണ്ടാവുന്നത് അവർക്ക് സമാധാനമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള നിയമങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സംസാരിക്കും. The deal that goes against the dignity of women and their rights is unacceptable. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളോ അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. We call upon all governments to ensure free compulsory education for every child all over the world. നമ്മൾ അവകാശപ്പെടും, we call upon governments, എല്ലാ ഗവൺമെന്റിനോടും ആവശ്യപ്പെടും എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് വുമൻസ്, അതായത് ഗേൾ ചൈൽഡ്സ്, അപ്പോൾ പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ, നിർബന്ധിതവും അല്ലെങ്കിൽ ഫ്രീയുമായിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം എന്ന് ആവശ്യപ്പെടും. We call upon all governments to fight against terrorism and violence to protect children from brutality and harm. നമ്മൾ എല്ലാ ഗവൺമെന്റിനോടും ആവശ്യപ്പെടും ടെററിസത്തിനും വയലൻസ്, അതായത് തീവ്രവാദത്തിനൊക്കെ എതിരെ, തീവ്രവാദവും അക്രമത്തിനും എതിരെ പ്രവർത്തിക്കുവാനും to protect children from brutality and harm. അതായത് ഭയങ്കര കഷ്ടപ്പാടിലും അല്ലെ ബ്രൂട്ടാലിറ്റി എന്ന് പറയുന്നത് അത്രയും ലൈക്ക് എന്താ പറയുന്ന അത്രയും കഷ്ടപ്പെടുത്തുന്ന, അത്രയും നമുക്ക് നീചമായ പ്രവർത്തിക്കെതിരെ, നമ്മുടെ ആ ഒരു ചിൽഡ്രൻസിനെതിരെ ഉള്ള ആ ഒരു മൃഗീയതക്കെതിരെ നമുക്ക് എല്ലാ ഗവൺമെന്റിനോടും ഫൈറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. We call upon the developed nations to support the expansion of educational opportunities for girls in the developing world. Developed nation എന്ന് പറയുമ്പോൾ ഇത് നന്നായിട്ട് ഡെവലപ്പ് ആയ രാജ്യങ്ങൾ ലൈക്ക് അമേരിക്ക, പിന്നെ ബ്രിട്ടൻ, ഇവരെ പോലുള്ള രാജ്യങ്ങൾ നന്നായി ഡെവലപ്പ് ആയതാണ്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴും ഡെവലപ്പിംഗ് നേഷൻസിൽ വരുന്ന രാജ്യങ്ങളാണ്. അതായത് ഡെവലപ്പ് ആയിട്ടില്ല, ഡെവലപ്പ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഡെവലപ്പ് ആയിട്ടുള്ള നന്നായിട്ട് ഡെവലപ്പ് ആയ രാജ്യങ്ങളോട് പറയും ബാക്കിയുള്ളവരെയും സപ്പോർട്ട് ചെയ്യണം. എന്തിനാ? എഡ്യൂക്കേഷണൽ പർപ്പസ് ഫോർ ഗേൾസ്. അപ്പൊ ഗേൾസിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടും. We call upon all communities to be tolerant, to reject prejudices based on caste, creed, religion, or gender, to ensure freedom and equality for women so that they can flourish. അതായത് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റീസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റീസിന്റെ ഒരു സ്വഭാവമാണ് അവർ നേരത്തെ മുൻവിധിയോടുകൂടെ കുറെ പ്രെജുഡിസ് മീൻസ് മുൻവിധി. എന്തൊക്കെയാ? നമ്മുടെ കാസ്റ്റ് സിസ്റ്റം, റിലീജിയൻ, ക്രീഡ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ജാതി, മതം, ഇത് നമ്മുടെ ജെൻഡർ, ആണാണോ പെണ്ണാണോ, അപ്പോൾ ഇവർക്കെല്ലാം ഡിഫറെന്റ് ഫ്രീഡം. ഇപ്പോൾ വുമൻസിന് സെപ്പറേറ്റ് റൈറ്റ്സ്, അല്ലെങ്കിൽ മെന്നിന് വേറൊരു റൈറ്റ്സ്. ഇപ്പൊ ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് ശമ്പളം കുറവായിരിക്കും, അതുപോലെ അത് നമ്മുടെ ആണുങ്ങൾക്ക് ശമ്പളം കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള കുറെ ഇനിക്വാലിറ്റീസ്, ഇതിനെയെല്ലാം റിജക്റ്റ് ചെയ്യുകയും for women so that they can flourish means അവർക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെടും.
We cannot all succeed when half of us are held back. നമുക്ക് ഇത് എല്ലാവരും നമുക്കിത് സക്സസ് ആക്കാൻ പറ്റത്തില്ല. We cannot all succeed when half of us are held back. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാതിരുന്നു കഴിഞ്ഞാല് പകുതി പേര് ബാക്കിലോട്ട് നിന്നു, അല്ലെങ്കിൽ ഇത് സംശയത്തോടെ നിന്ന് ആ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കിത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കുറച്ചുകൂടെ ഉള്ളൂ അല്ലേ ഈ ചാപ്റ്റർ? തീരാറായല്ലോ. We call upon our sisters around the world to be brave, to embrace the strength within themselves and realize their full potential. അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ എല്ലാ സഹോദരിമാരെയും, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള സഹോദരിമാരോടും നമ്മൾ പറയും to be brave, ധൈര്യമായിരിക്കുക, to embrace the strength within themselves and realize their full potential. അവരുടെ ഉള്ളിലുള്ള ശക്തി എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും അതിന്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ആ ഒരു പൂർണ്ണമായ ആ ഒരു ശക്തി അതെല്ലാം മനസ്സിലാക്കുവാനും നമ്മൾ ആവശ്യപ്പെടും. ആ ഒരു സ്ട്രെങ്ത് നമ്മൾ കൊടുക്കും. Dear brothers and sisters, we want schools and education for every child's bright future. നമുക്ക് ഈ എഡ്യൂക്കേഷനും സ്കൂളും വിദ്യാഭ്യാസവും സ്കൂളും എല്ലാം വളരെ ആവശ്യമാണ്. എന്തിനാ? ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഓഫ് സ്റ്റുഡൻസ്. നമ്മുടെ ഒരു നല്ലൊരു ഭാവിക്കായിട്ട് ഇത് നമുക്ക് ആവശ്യമാണ്. We will continue our journey to our destination of peace and education for everyone. അപ്പോൾ നമ്മുടെ ഈ ഒരു ജേർണി സമാധാനത്തിനും ഡെസ്റ്റിനേഷൻ, സമാധാനത്തിനും എഡ്യൂക്കേഷൻ ഫോർ എവരി വൺ, എല്ലാവർക്കുമുള്ള സമാധാനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി നമ്മൾ പോരാടും. നോ വൺ ക്യാൻ സ്റ്റോപ്പ് us. നമ്മളെ ആർക്കും തടുത്തു നിർത്താൻ ആവില്ല. We will speak for our rights and we will bring change through our voice. നമ്മൾ നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വോയിസ്, നമ്മുടെ ശബ്ദം ഉയർത്തുകയും ചെയ്യും. We must believe in the power and the strength of our words. Our words can change the world. നമ്മൾ വിശ്വസിക്കണം നമ്മുടെ വേർഡ്സിലുള്ള ശക്തിയും എല്ലാം, ശക്തി, സ്ട്രെങ്ത് ആൻഡ് പവർ, ആ ഒരു ശക്തി, ആ ഒരു പവർ, അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ വിശ്വസിക്കണം. അവർ വേർഡ്സ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഈ നമ്മുടെ വാക്കുകൾക്ക് ഈ ലോകത്തെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇത്രയും മനസ്സിലായോ? Yes, sir. Okay. Yes, sir. Yes, sir. Because we are all together united for the cause of education. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരുന്നത് എന്തിനേക്ക് വേണ്ടിയിട്ടാ? ഒരു എഡ്യൂക്കേഷൻ, നല്ലൊരു എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. As if we want to achieve our goal, then let us empower ourselves with the weapon of knowledge and let us shield ourselves with unity and togetherness. And if we want to achieve our goal, നമ്മുടെ ഈ ഒരു ഗോൾ, നമ്മുടെ ഒരു ലക്ഷ്യം സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ, then let us empower ourselves. നമുക്ക് തന്നെ നമ്മളെ ശക്തീകരിക്കാം. with the weapon of knowledge. നമ്മുടെ നോളജ് എന്ന ആയുധം കൊണ്ട് നമുക്ക് ശക്തീകരിക്കാം. അല്ലാതെ തോക്കോ കത്തിയോ ഒന്നുമല്ല. ആയുധം എന്താ? എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നോളജ്. അറിവ് എന്ന ആയുധം കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ശക്തിപ്പെടുത്താം. ലെറ്റ് us shield ourselves with unity and togetherness. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിന്ന് നമുക്ക് ഈ ഒരു നോളജ് എന്ന് പറയുന്ന വെപ്പൺ കൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇതിനു വേണ്ടി അച്ചീവ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ കിട്ടാനായിട്ടുള്ള ആ ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാം. Dear brothers and sisters, we must not forget that millions of people are suffering from poverty, injustice and ignorance. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് നമ്മളിത് മറക്കാൻ പാടില്ല. എന്താ? ലക്ഷക്കണക്കിന് ആൾക്കാർ, മില്യൺസ് ഓഫ് പീപ്പിൾ ആർ സഫറിങ് ഫ്രം, അവർ ധാരാളമായി കഷ്ടപ്പെടുന്നുണ്ട്. എന്തിനൊക്കെയാ? ഈ പോവർട്ടി, ഇൻജസ്റ്റിസ് ആൻഡ് ഇഗ്നറൻസ്. അവരുടെ അംഗീകാരമില്ല, അല്ലെങ്കിൽ അവർ പട്ടിണി, പിന്നെ അവർക്ക് ഇൻജസ്റ്റിസ്, അവർക്ക് അവരുടെ അവകാശങ്ങൾ പാലിക്കപ്പെടാതെ
ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് മില്യൺസ് ഓഫ് ചിൽഡ്രൻ ആർ ഔട്ട് ഓഫ് സ്കൂൾ. ധാരാളം ലക്ഷക്കണക്കിന് കുട്ടികൾ സ്കൂളിൽ പോവാൻ കഴിയാതെ ജീവിക്കുന്നുണ്ട്. We must not forget that our sisters and brothers are waiting for a bright, peaceful future. നമ്മുടെ സഹോദരന്മാർ, അതായത് നമ്മുടെ ലോകത്തുള്ള നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം അവർക്ക് നല്ലൊരു ഭാവി ആവശ്യമാണ്, അല്ലെങ്കിൽ വെയിറ്റിംഗ്. അവർ അത് നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ മറക്കാൻ പാടില്ല. So let us wage a global struggle against illiteracy, poverty and terrorism, and let us pick up our books and pens. അപ്പോൾ നമ്മൾ ഗ്ലോബൽ മീൻസ് ലോകം മുഴുവൻ നമുക്ക് ഇതിനെതിരെ പോരാടാം. എന്തിനൊക്കെ എതിരെ? ഇല്ലിറ്ററസി, വിദ്യാഭ്യാസമില്ലായ്മ, പോവർട്ടി, പട്ടിണി, ടെററിസം, തീവ്രവാദം, ഇത്തരത്തിനെതിരെ നമുക്ക് പോരാടാം. ആൻഡ് പിക്കപ്പ് അവർ ബുക്സ് ആൻഡ് പെൻസ്, അതായത് നമ്മുടെ പുസ്തകങ്ങളും പേനകളും എടുത്ത് നമുക്ക് പ്രവർത്തിക്കാം. ദേ ആർ അവർ മോസ്റ്റ് പവർഫുൾ വെപ്പൺസ്. അതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. നമ്മുടെ ഹെഡിങ് ആയിരുന്നു വൺ ചൈൽഡ്, ഒരു കുട്ടിക്ക്, ഒരു ടീച്ചറിന്, ഒരു പേനയ്ക്ക്, ഒരു ബുക്കിന് നമ്മുടെ വേൾഡിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. എഡ്യൂക്കേഷൻ ഫസ്റ്റ്. എഡ്യൂക്കേഷൻ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ചേഞ്ചിന് നമുക്ക് അത്യാവശ്യം. അപ്പോൾ എഡ്യൂക്കേഷനാണ് ആദ്യം നമുക്ക് ആവശ്യമായ ഒരു കാര്യം. അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നാലും ആർക്കൊക്കെ എന്തൊക്കെ ഡൗട്ട് ഉള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. ഏതാ? എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി സൊല്യൂഷൻ. എഡ്യൂക്കേഷൻ ഫസ്റ്റ്, അതാണോ? Okay, so let us wage a global struggle against illiteracy, poverty and terrorism. അതായത് നമ്മുടെ ഒരു ലോകത്ത് മുഴുവനും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇല്ലിറ്ററസി, അതായത് വിദ്യാഭ്യാസം അല്ലെ എഴുത്തും വായന അറിയത്തില്ല ആൾക്കാർക്ക്. പിന്നെ പോവർട്ടി എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ഇത് മിക്കവരും പാവപ്പെട്ടവരാണ്, അവർക്ക് ആഹാരം പോലും കഴിക്കാനില്ല, ആ ഒരവസ്ഥ. ആൻഡ് ടെററിസം, തീവ്രവാദം. അപ്പോൾ ഇതിനെതിരെയെല്ലാം നമ്മൾ ഒരുമിച്ച് പോരാടണം. ആൻഡ് അപ്പൊ എങ്ങനെ പോരാടണം? നമ്മൾ ബുക്കും പേപ്പറും എടുത്ത്, ഇതിനു മുമ്പ് പറഞ്ഞില്ലേ, അതായത് നമ്മൾ നമ്മുടെ നോളജ് കൊണ്ടാണ് നമ്മളിവരെ തോൽപ്പിക്കേണ്ടത്. അല്ലാതെ ഇത് കത്തിയോ ഗണ്ണോ തോക്കോ എന്തെങ്കിലും എടുത്തുകൊണ്ടല്ല. നമ്മുടെ നോളജ്, നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് ഇതിനെ തോൽപ്പിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? ബുക്കും പെന്നും വേണം പഠിക്കാനായിട്ട്. അപ്പോ അത് എടുക്കാനാണ് മലാല ഇവിടെ പറയുന്നത്. കാരണം ഇതാണ്, ബുക്ക് പെൻ ആണ് ഏറ്റവും ആവശ്യം. അപ്പൊ അടുത്തത്, വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം ആ ലോകത്തിന് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ മനസ്സിലായോ? Okay, Malala Yousafzai is a Pakistani activist for female education and youngest ever Nobel Prize recipient 2014. അതായത് മലാല യൂസഫായ് എന്ന് പറയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ആക്ടിവിസ്റ്റ് ആണ് ഫോർ ഫീമെയിൽ എഡ്യൂക്കേഷൻ. അത് പ്രത്യേകിച്ചും ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ആൻഡ് ഒരു ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു നോബൽ പ്രൈസ് റെസിപ്പിയന്റ് ആണ്, നോബൽ പ്രൈസ് വിന്നറും കൂടെയാണ് ഇൻ 2014. She is known mainly for human rights advocacy for education and women in her native Swat Valley. പ്രത്യേകിച്ചും അവളുടെ സ്വന്തം നാട്ടിലാണ് അവളത് ഈ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ചും ഈ ഒരു അവളുടെ ഒരു പ്രതിഷേധവും എല്ലാം അറിയിച്ച് രംഗത്ത് ഇറങ്ങിയത്. Where girls were at time not allowed to attend school. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, പാകിസ്ഥാനിലെ അവരുടെ നിയമം അനുസരിച്ച്, അതായത് അവരുടെ ടെററിസ്റ്റ് നിയമം അനുസരിച്ച് ഈ സ്ത്രീകളെ പഠിപ്പിക്കത്തില്ല. അപ്പോൾ അവർക്ക് സ്കൂളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ ആയിരുന്നു.
അപ്പോൾ യൂസുഫൈസ് അഡ്വക്കസി ഹാസ് ഗ്രോൺ ഇൻ ടു ഇന്റർനാഷണൽ മൂവ്മെന്റ്. യൂസുഫ് അതായത് മലാലയുടെ ഈ ഒരു പ്രവൃത്തി ഇന്റർനാഷണൽ മൂവ്മെന്റ്, അതായത് ലോകത്തെമ്പാടുമുള്ള ഒരു ചേഞ്ചിന് വഴിയൊരുക്കുകയുണ്ടായി. വഴിയൊരുക്കിയത് എങ്ങനെയാ? ഇത് ഇത്തരം പ്രസംഗങ്ങളും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഉൾപ്പെടെ വന്ന് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നോബൽ പ്രൈസും എല്ലാം കിട്ടിയത്. ഓക്കെ, അപ്പോ ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ഓക്കെ, ഋതു മനസ്സിലായോ? ഓക്കെ, അപ്പോ ആക്ടിവിറ്റിയിലോട്ട് പോവാം. ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ആക്ടിവിറ്റി നോക്കാം. Each sentence given below is followed by 3 statements. One of them is directly related to the sentence. Put the tick mark against the appropriate one. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ ഇതിൽ ഓരോ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിനോട് ചേർന്ന ഒരു 3 സെന്റൻസും കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്നുള്ള കാര്യം ടിക്ക് ചെയ്യാം. അതാണ് ആക്ടിവിറ്റി. ഫസ്റ്റ്, മലാല ഡേ ഈസ് ദ ഡേ ഓഫ് ഡാഷ്. Every woman, every boy and every girl who have raised their voice for their rights. ഓക്കെ, മലാല ഹെർസെൽഫ് അവർക്ക് വേണ്ടിയുള്ളതായിരുന്നു, അതോ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു, അതോ എവരി വുമൺ, എവരി ബോയ് ആൻഡ് എവരി ഗേൾ ഹു ഹാവ് റേസ്ഡ് ദെയർ വോയിസ് ഓഫ് ദെയർ റൈറ്റ്സ്? അത് ഗൗരി പറഞ്ഞത് ശരി തന്നെ. ഇതായിരുന്നു എവരി വുമൺ, എല്ലാ സ്ത്രീകൾക്കും, എല്ലാ ആൺകുട്ടി പെൺകുട്ടി എല്ലാവർക്കും, ദോസ് ഹു ഹാവ് റേസ്ഡ് വോയിസ്, അവരുടെ ശബ്ദം ഉയർത്തിയവർക്ക്, അതായത് റൈറ്റ്സിന് വേണ്ടിയിട്ട്, അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് അവരുടെ ശബ്ദം ഉയർത്തിയവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അടുത്ത ആൻസർ ഷാരോൺ പറയണേ. അക്കോർഡിംഗ് ടു മലാല, one of our powerful weapon is dash, the sword, the pen, the gun. ഇതിലേതാ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ ഏതാ അക്കോർഡിംഗ് ടു മലാല? മലാല ഇവിടെ പറയുന്നത് ഏറ്റവും പവർഫുൾ ആയ വെപ്പൺ ഏതാ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. അക്കോർഡിംഗ് ടു മലാല, വൺ ഓഫ് അവർ പവർഫുൾ വെപ്പൺ ഈസ്, അതായത് മലാലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധം ഏതാണ്? നമ്മുടെ ഒരു മലാലയുടെ ഏറ്റവും ശക്തമായ ആയുധം ഏതാ? കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞ്. ഒന്നുകൂടെ പറയേ, അത് വ്യക്തമായില്ല, അതോ ചോദിച്ചേ. The sword ആണോ? Okay, the sword, the gun. Okay, അതെന്താ sword ആയേ ഷാരോൺ? പറയ്. ഓക്കെ, പെൻ ഓക്കെ ആണ്. അതാരാ ആൻസർ അവിടെ പറഞ്ഞു തന്നെ എനിക്ക്? ഓക്കെ, അല്ല, ഇതൊക്കെ ഇത് പെണ്ണാണ്. ഓക്കെ, നീ ആദ്യം സ്വാഡ് എന്ന് പറഞ്ഞല്ലോ, അത് നിനക്ക് മനസ്സിലാവാത്തോണ്ട് പറഞ്ഞാണ്. എന്താ സംഭവം പറഞ്ഞേ? മനസ്സിലായില്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ നിനക്ക് ടോട്ടലി കഥ മനസ്സിലായോ? അതായത് ഈ ഒരു സ്പീച്ച് മനസ്സിലായോ? അപ്പൊ മനസ്സിലാവാതെ നിനക്ക് ഇതെങ്ങനെ മനസ്സിലായെങ്കിൽ പിന്നെ ഇതെങ്ങനെ തെറ്റി? അതായത് അക്കോർഡിംഗ് ടു മലാല, വൺ ഓഫ് അവർ പവർഫുൾ വെപ്പൺ ഈസ്, അവർ പറയുന്നുണ്ട് പെൻ, ബുക്ക്, എ ടീച്ചർ. ഒരു പെന്നിന്, ഒരു ബുക്കിന്, ഒരു ചൈൽഡിന് നമ്മുടെ ലോകത്തെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പെന്നും ബുക്കും ആണ് ഏറ്റവും പവർഫുൾ ആയ വെപ്പൺസ് എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, അതല്ലേ ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നിസ് ആൻസർ 3 പറയേണ്ടത് ആരെ പറയാം?
ഓക്കെ ഋതു അടുത്ത പറയേ മലാല ഈസ് ഫോക്കസിങ് ഓൺ വുമൻസ് റൈറ്റ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ ബിക്കോസ് they are suffering the most, they are very powerful, they are a major group in the society. എന്താ ഇത് അൺമ്യൂട്ട് ചെയ്യണം. പറയാം. അതായത് ഇതിൽ പറയുന്ന മലാല ഫോക്കസ് ചെയ്യുന്ന റൈറ്റ്സ് ഓഫ് സഫറിങ് ദ മോസ്റ്റ്, അതായത് നമ്മുടെ ഗേൾസും, അതായത് വുമൺ ഗേൾസ് സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റീസും എല്ലാം ചെയ്യുന്നത്. Malala speaks for herself, not for herself, but for all boys and girls, for her country. In the answer, Sanjay. For her country. Okay. അടുത്ത വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ ആർക്കെങ്കിലും? Not for herself, but for all boys and girls. Right. സഞ്ജയ്, അവളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല അവൾ സംസാരിച്ചത്, അവളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഫോർ ഓൾ ബോയ്സ് ആൻഡ് ഗേൾസ്, അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് അവൾ സംസാരിച്ചത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. കൺട്രി, അതായത് ഇപ്പൊ കൺട്രി എന്ന് പറയുന്നത്, ഒരു പാകിസ്ഥാൻ കൺട്രി എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് കൺട്രിയാണ്. അവരെ എഡ്യൂക്കേഷന് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അവളുടെ രാജ്യത്തിന് വേണ്ടിയല്ല അവൾ സംസാരിച്ചത്, അവ രാജ്യത്തിനെതിരായിട്ടാണ് സംസാരിച്ചത്. രാജ്യത്തിനെതിരെന്നല്ല, അവരുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെതിരായിട്ടാണ് സംസാരിച്ചത്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞു. ആക്ടിവിറ്റി 2 മുതൽ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ആക്ടിവിറ്റി ഫുള്ളായിട്ട് ചെയ്ത് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾ ഇത്രയും മീനിങ് പഠിക്കണം. നമുക്കത് ഡിസ്കസ് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്നാലും നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഇത്രയും മീനിങ്സ് നിങ്ങൾ അത് കാണാതെ പഠിക്കണം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഇപ്പൊ ഞാൻ നിർത്തുന്നതല്ല, ഈ ഒരു ചാപ്റ്റർ ഒരിക്കൽ വായിക്കണം നിങ്ങൾ. ഇപ്പോ ഓക്കെ, ആൽഫിന് ചോദിക്കാനുണ്ടോ? ഞാൻ ഇപ്പോഴാണ് ജോയിൻ ആയത്. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു ആൽഫിൻ? ഞാൻ പപ്പയുടെ ഫോണിൽ കണ്ടോണ്ടിരുന്നു, പക്ഷെ ഒന്നും കേട്ടുവിടാൻ സാർ. അതെന്ത് പറ്റി? കണക്ട് ഓഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കൊടുത്തില്ലായിരുന്നോ? കണക്ട് ചെയ്ത് ഓഡിയോ കൊടുത്തപ്പോഴത്തേക്കും ഓവർ നെറ്റ്വർക്ക് അങ്ങനെ എന്തിനോ ഒന്നും പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ ഇത് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കുമ്പോ ഇത് അങ്ങനെ ഇഷ്യൂ വരികയാണെങ്കിൽ ഉടനെ ഫോണ് റീസ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എല്ലാ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട്, പിന്നെ ആ സമയത്ത് വേറെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതെ സൂം മാത്രം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നെറ്റ്വർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും ഇത് ഇപ്പോഴല്ലേ കെയർ ചെയ്ത്. ഇപ്പോ വീഡിയോ കാണോ? അപ്പൊ അത് നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, മീനിങ്സ് നോട്ടിൽ എഴുതണോ? മീനിങ്സ് നോട്ടിൽ എഴുതുക മാത്രമല്ല, നിങ്ങൾ പഠിക്കണം. മീനിങ്സ് നോട്ടിൽ എഴുതുകയും വേണം, പഠിക്കുകയും വേണം. കാര്യം ഇത്രയും മീനിങ്സ്, അത് ഈ ഒരു യൂണിറ്റിലുള്ള ടോട്ടൽ മീനിങ്സ് ആണ് ഇത്. ഇതെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അത് അത്രയും പഠിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ കൂടുതൽ മീനിങ് ഒന്നും പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നോക്കണം. അപ്പോ നിങ്ങൾക്ക് ഇനി ഒരു ഗ്രാമർ ടെക്സ്റ്റ് ഉണ്ടോ? ഓക്കെ, അതിൽ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഒന്നും പഠിപ്പിച്ചിട്ടില്ല, തുടങ്ങിയിട്ടില്ല. ഓക്കെ, നമുക്കപ്പോ അടുത്ത ക്ലാസ്സിന് ആ ഗ്രാമറും നോക്കണം. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബാക്കിയും, അതായത് ഇതിന്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസ് കൂടെ നോക്കണം കേട്ടോ. അപ്പോ ഇത്
ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും ഈ ഒരു സ്പീച്ച് മിനിമം 5 പ്രാവശ്യം വായിക്കണം. 5 പ്രാവശ്യം വായിച്ചതിന് ശേഷം നിങ്ങൾ പാരന്റ്സിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരിക. പിന്നെ നിങ്ങൾ സ്കൂളിൽ നോട്ട് കൊണ്ടുവരുമല്ലോ. സ്കൂളിൽ നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കൂടെ കൊണ്ടുവരണം. നിങ്ങൾ ഈ സൈൻ ചെയ്തത് എനിക്ക് കാണണം. കേട്ടോ? ഓക്കെ, അപ്പൊ അത് മറക്കരുതേ. ഞാൻ അപ്പൊ ചോദിക്കും, അപ്പൊ എനിക്ക് അത് എല്ലാവരും തന്നെ കാണിക്കണം. പിന്നെ ഫോട്ടോ എടുത്ത് അയക്കണം. അത്ര തന്നെയാണ്. പിന്നെ ഇനി പറയാനുള്ള ഒരു കാര്യം, ഇത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു, പക്ഷെ ആദ്യം പറയാത്തത് ആരും വിഷമിക്കണ്ട എന്നുള്ള ഒരു ഇതില്ല. ഞാൻ നിങ്ങളുടെ പേപ്പറൊക്കെ തിരുത്തി, സോഷ്യലും തിരുത്തി, ഇംഗ്ലീഷും തിരുത്തി. പക്ഷെ ആക്ച്വലി I was quite disappointed because most of you got very less marks. നല്ല കുറെ പേർക്ക്, അത് കുറെ നല്ല കൂടുതൽ പേർക്ക് മാർക്ക് നല്ല കുറവാണ്. എന്ത് പറ്റി? പറയും, അതിനുള്ള മറുപടി നിങ്ങളാ പറയണ്ടേ. എന്ത് പറ്റി? ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവാത്ത കൊണ്ടാണോ? അതെ, എന്താ റീസൺ? ആൽഫിൻ, നിനക്ക് എത്ര മാർക്ക് കിട്ടുമായിരിക്കും? ഫുള്ള് കിട്ടോ? അറിഞ്ഞൂടാ. എക്സാം എങ്ങനെ എഴുതി? നന്നായിട്ട് എഴുതി കാണും. ഓക്കെ ഫൈൻ. അല്ല, ഞാന് മാർക്ക് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇതാ ഇവിടെ ഇതാണെന്ന് തോന്നുന്നു നിങ്ങളുടെ 6ാം ക്ലാസ്സിന്റെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ മാർക്ക് നല്ല കുറവാ മിക്ക ആൾക്കാർക്കും. അതുകൊണ്ട് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കുന്ന രീതിയിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ടോ? വേണ്ട. ബാക്കിയുള്ളവരെ? സഞ്ജയ്? വേണ്ട, മനസ്സിലാവുന്നുണ്ട്. ഇത് മാത്രമല്ല, സോഷ്യലും അതെ, ഇംഗ്ലീഷും അതെ, രണ്ടും മാറ്റണ്ട. ഗൗരി? റോഷ്നി? മനസ്സിലാവുന്നുണ്ട്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ? വേണ്ട സാർ. വേണ്ട. ഋതു? നോട്ട് കുറച്ച് ലെങ്ത് കുറക്കണം അല്ലേ? ഓക്കെ, അത് കൺസിഡർ ചെയ്യാം. പക്ഷെ SS ആവുമ്പോ നിങ്ങൾക്ക് 10th എത്തുമ്പോ ഉണ്ടല്ലോ, അതായത് വലിയ സമയമല്ല, ഒരു 4 വർഷം കൂടെ ഉള്ളൂ. അങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് ധാരാളം എഴുതാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കണക്കിന് ഇപ്പോഴേ നോട്ട് വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ എനിക്ക് മിക്ക ആൻസർ എഴുതിയിട്ടുള്ള ചിലരൊക്കെ എഴുതിയിട്ട് പോയിന്റ് വൈസ് എഴുതിയിട്ടുള്ളത്. ഞാനിപ്പോ കൊടുത്തിട്ടുള്ളത് പോലെ അല്ല അവരെഴുതിയത്. പോയിന്റ് വൈസ് ആയിട്ട് കാര്യം എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഫുൾ മാർക്ക് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നോ അതിനെ പോയിന്റ് ആയിട്ട് എഴുതിയാലും ഞാൻ മാർക്ക് തരും. അല്ല, നിങ്ങൾ അതുപോലെ ഫുള്ള് കാണാതെ പഠിച്ച് എഴുതാൻ നിൽക്കരുത്. അങ്ങനെ എഴുതുന്ന ആൻസർ വേണ്ട. ജസ്റ്റ് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു അത് പ്രോപ്പർ പോയിന്റ് ആയിട്ട്, ഒരു തെറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. കേട്ടോ? ഇനി ഓക്കെ, നോട്ടിന്റെ കാര്യം അത് ഞാൻ ജസ്റ്റ് ഒന്ന് പരിഗണിക്കാം. പക്ഷെ പ്രത്യേകിച്ച് SS എന്ന് പറയുന്നത് നോട്ട് അങ്ങനെ കുറയ്ക്കാനായിട്ടൊന്നും ഇല്ല. കാര്യം അത് ഫുൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറയ്ക്കാനൊന്നുമില്ല. എന്നാലും അറ്റ്ലീസ്റ്റ് നോട്ട് നേരത്തെ തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അഥവാ ഞാൻ 2 ദിവസമായിട്ട് നോട്ട് അയച്ചില്ല എങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യുക. കാര്യം ഞാൻ ഇത്രയും ക്ലാസ്സിൽ ചിലപ്പോൾ നോട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ടൈപ്പ് ചെയ്ത് ഞാൻ തരുന്ന നോട്ട്സ് എല്ലാം ടൈപ്പ് ചെയ്ത്, ബാക്കി ടീച്ചേഴ്സിനെ പോലെ ഞാൻ എഴുതിയല്ലോ തരുന്നത്, ജസ്റ്റ് ടൈപ്പ് ചെയ്തല്ലേ നിങ്ങൾക്ക് അയക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അവിടെ അങ്ങ് ഇട്ടിരിക്കുന്നതാ. അപ്പൊ ഓർക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുക, നോട്ട് തന്നില്ല സാർ, ഇതേപോലെ നോട്ട് തരണം എന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. കേട്ടോ? അപ്പോഴും ഞാൻ ഓർക്കെങ്കിലും ചെയ്യും. ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഉള്ള കാര്യം, ഓക്കെ, അപ്പോ ഇനി വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ? ജ്യോതിക?
ഓക്കെ. ദിയ അൺമ്യൂട്ട് ചെയ്ത്. ഓക്കെ, ദിയ ഒന്നും മിണ്ടുന്നില്ല. ദിയ, അനുജ, അഭിജിത്ത് ആർക്കാണോ സംസാരിക്കാം. നിങ്ങളാരെയും കണ്ടുകൂടാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. ഇത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ? വേണ്ട സാർ. വേണ്ട. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാ മാർക്ക് കുറഞ്ഞ്? അതുകൂടെ ഒന്ന് പറയും. കാര്യം നിങ്ങളുടെ പേപ്പറൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എക്സ്പെക്ടേഷൻ കാണും. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ എല്ലാവരും അറ്റൻഡ് ചെയ്ത് ഇത്രയും പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ സ്റ്റുഡൻസിനൊക്കെ നല്ല മാർക്ക് കിട്ടും, അപ്പോൾ അവരെല്ലാം നല്ല ആക്റ്റീവാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ പേപ്പർ എടുക്കുക. നിങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ഓൺലൈൻ ക്ലാസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഈ നമ്മൾ അയക്കുന്ന ക്ലാസ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്നിട്ട് അവർ നന്നായി പഠിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ആരും എന്നെ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് പേര്. ഇപ്പോ അതിൽ ഏറ്റവും എനിക്ക് സന്തോഷമായിട്ട് തോന്നിയ ഒരു കാര്യം, ഇവ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോ ഗൗരി ആ ക്ലാസ് കഴിഞ്ഞ് അധിക സമയം കഴിയാതെ, എനിക്ക് തോന്നുന്നു അരമണിക്കൂർ പോലും കഴിയുന്നതിന് മുമ്പ് 2 ക്വസ്റ്റ്യന്റെ ആൻസർ അവൾ എഴുതി എനിക്ക് അയച്ചു തന്നു. സാർ ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കാനായിട്ട്. പക്ഷെ ഞാൻ ബിസി ആയിരുന്നത് കൊണ്ട് അവർക്ക് ഇതുവരെ റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആ റിപ്ലൈ തരാൻ കേട്ടോ, ഞാൻ നോക്കിയിട്ട് തരാം കേട്ടോ ഗൗരി. ഇത് അപ്പോ ആ ഒരു ഇത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം പറഞ്ഞില്ല, അതിനു മുമ്പേ തന്നെ അവൾ അത് ചെയ്ത് അയച്ചു തന്നു. അപ്പൊ അതുപോലുള്ള ഒരു ആക്റ്റീവ് ആവേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എല്ലാവരും. എന്നാൽ മാത്രമേ നിങ്ങൾ എവിടെ നിൽക്കുന്നു, എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നു, നമ്മൾ വരുത്തണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നിങ്ങളാരും സ്കൂളിൽ വരുന്നില്ലല്ലോ, ഈ ഒരു ഓൺലൈൻ ക്ലാസ് അല്ലേ ഉള്ളൂ. അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വേണം. പക്ഷെ ഇപ്പോഴത്തെ എക്സാമിന് ഞാൻ കുറച്ച് ലിബറൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ലിബറൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഇത് കുറച്ച് മാർക്ക് ഇട്ട് തരാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴേ പറയാം, അടുത്ത ക്രിസ്മസ് എക്സാമിന് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. മാക്സിമം മാർക്ക് കുറയ്ക്കാനേ നോക്കത്തുള്ളൂ. അപ്പോ അത്രയും നന്നായിട്ട് എഴുതുന്ന ആൻസറുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് ചിലപ്പോ ഇപ്പൊ ഫുൾ കിട്ടിയ ആരൊക്കെയോ ഉണ്ട്. ഇപ്പൊ ഫുൾ കിട്ടിയ ആൾക്കാരായാൽ പോലും അവരിൽ നിന്ന് ഞാൻ കുറയ്ക്കേണ്ട മാക്സിമം കുറയ്ക്കുക തന്നെ ചെയ്യും. അല്ലാതെ നിങ്ങൾക്ക് വെറുതെ ഫുൾ ഇട്ട് തന്നിട്ടോ അല്ലെങ്കിൽ മാറി കൂട്ടി ഇട്ട് തന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അടുത്തൊരു കാര്യം, നിങ്ങളിൽ ചിലരെങ്കിലും, എനിക്ക് ഇത് ചിലരുടെ പേപ്പർ നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു, ഈ ലേബർ ഇന്ത്യ അല്ലെങ്കിൽ വേറെ ഏതോ ഗൈഡൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നല്ല ബ്രില്യൻ്റ് ആയിട്ട് നന്നായിട്ട് കോപ്പി അടിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് അവോയ്ഡ് ചെയ്യണം. നിങ്ങൾക്ക് എന്തറിയോ, നിങ്ങൾക്കിപ്പോ 1 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അത് മതി. നിങ്ങൾ കൂടുതലൊന്നും നോക്കണ്ട. 1 മാർക്ക്, അത് ആ ഒരു മാർക്കിനെ വാല്യൂ ചെയ്യും. എന്നിട്ട് ആ ഒരു മാർക്ക് മതി നിങ്ങൾക്ക്. അപ്പൊ അത്രയും നിങ്ങൾ പഠിച്ചു എന്നാവും. അല്ലാതെ ആരും കോപ്പി ചെയ്യാനായിട്ട് നിൽക്കരുത് ഒരു കാരണവശാലും. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കോപ്പി ചെയ്യുമ്പോൾ, നിങ്ങൾ കോപ്പി ഏതാ അതിലെ ടെക്സ്റ്റിൽ നോക്കി എഴുതി അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഓരോന്ന് നമുക്ക് അയക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ അത് കോപ്പി ചെയ്തതാണോ അല്ലെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയതാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ചിലർക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നിങ്ങളുടെ ക്ലാസ്സിലാണോ വേറെ ക്ലാസ്സിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ചിലർക്ക് പറ്റിയത്, നമ്മൾ ടെക്സ്റ്റിൽ നോക്കി എഴുതുമ്പോൾ അതിൽ കൂടെ കാണത്തില്ലേ, ലുക്ക് അറ്റ് ഫിഗർ നമ്പർ 5.4 അല്ലെ 2.3 അങ്ങനെ ഇത് കാണത്തില്ലേ, അതും കൂടെ എഴുതിയവരുണ്ട്. അതൊരിക്കലും കാണാതെ പഠിച്ചെഴുതിയതല്ല, അത് ഉറപ്പാ. നോക്കി എഴുതിയവരിൽ പെടുന്നവരാ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നിർത്തുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇപ്പോ ഏറ്റവും മാർക്ക് കുറഞ്ഞ കുട്ടിയായാൽ പോലും അവരൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ എക്സ്ട്രാ ക്ലാസ് വെക്കാം, പ്രശ്നമല്ല. അത് ഇപ്പോ ഇന്നത്തെ പഠിപ്പിച്ചില്ല, മനസ്സിലായില്ല, വീണ്ടും എടുക്കാം. പക്ഷെ നമ്മൾ പോർഷൻ തീരുന്നതിനേക്കാളും ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമുക്ക് എന്ത് പഠിക്കുന്നു എന്നുള്ളത്. പഠിക്കുന്നത് നേരെ പഠിക്കുക. അല്ലാതെ എല്ലാം കൂടെ പഠിക്കണം എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ പഠിക്കുന്നത് നേരെ പഠിക്കുക. കേട്ടോ? അപ്പോ അത് ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കുക.
എന്തായാലും നിങ്ങൾ സ്കൂളിൽ പേപ്പർ കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആരെങ്കിലും വരുമോ? സ്റ്റുഡൻസ് വരുമോ അതോ പാരന്റ്സ് മാത്രമായിരിക്കും വരുന്നത്? പേരൻസ് മാത്രമാണെന്ന് തോന്നുന്നു സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അഥവാ നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ എന്നെ കാണാതെ പോകരുത് കേട്ടോ. ഇത് പാരന്റ്സ് ആയാലും എന്നെ കണ്ടിട്ട് പോകാൻ പറയുക. ഓക്കെ, അത്ര തന്നെയാണ്. അപ്പോൾ വേറെ ഒന്നും പറയാനല്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ റെക്ടിഫൈ ചെയ്യണം. അടുത്ത എക്സാമിന് ഇത്രയും മാർക്ക് കിട്ടുമെന്ന് പോലും പ്രതീക്ഷിക്കരുത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് എഴുതിയാൽ മാത്രമേ മാർക്ക് തരത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലും എഴുതി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും അടുത്ത എക്സാമിന് മാർക്ക് തരത്തില്ല. കാര്യം ഇത് എൻ്റെ ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരല്പമെങ്കിലും മാർക്ക് തന്നത്. മാക്സിമം മാർക്ക് ഞാൻ ഇട്ട് തന്നത്. പക്ഷെ അടുത്ത എക്സാം തൊട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 1 മാർക്ക് കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല, ആ രീതിയിൽ ഞാൻ തിരുത്തത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ആണോ? ഓക്കെ. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു കൾച്ചറൽ ഫെസ്റ്റിന്റെ കാര്യം, ആർട്ട് ഫെസ്റ്റിവലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് സാർ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ? ചെയ്യുന്നുണ്ട് സാർ. ഏതൊക്കെ ഐറ്റംസ് ഉണ്ട് ആൽഫിൻ? എത്ര ഐറ്റം ഉണ്ട്? ലളിതഗാനത്തിലുണ്ട്. ഉം. പിന്നെ വേറെ ഏതൊക്കെ വേണം തീരുമാനിക്കും സാർ. ഓക്കെ, നാളെക്കകത്ത് വെച്ച് തീരുമാനം. നാളെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും. അപ്പൊ നാളെക്കകത്ത് വെച്ച് ഇത് ഫില്ല് ചെയ്യണം. ബാലുവിൻ മാത്രമല്ല, എല്ലാവരും 3 ഐറ്റത്തിന് പങ്കെടുക്കാം. നിങ്ങൾ 3നും പങ്കെടുക്കുക. ജസ്റ്റ് തെറ്റോ അല്ല എങ്കിൽ അയ്യോ ആരെങ്കിലും കളിയാക്കും ഇങ്ങനെയുള്ള ഇതൊന്നും വേണ്ട. ജസ്റ്റ് അങ്ങ് പങ്കെടുക്കുക. ജസ്റ്റ് നിങ്ങളുടെ ഒരു പ്രസൻസ് അവിടെ അറിയിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പീച്ച്, ചിലപ്പോൾ ഒരു 10 സെന്റൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റുന്നത്. മതി, ധാരാളം. നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക. അപ്പൊ എല്ലാവരും അത് പങ്കെടുക്കണം. 3 ഐറ്റത്തിനും പങ്കെടുക്കണം കേട്ടോ. എന്തെങ്കിലും ഇത് ക്ലാരിഫിക്കേഷൻ അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ക്ലാസ് ടീച്ചറിനോ അല്ലെങ്കിൽ എന്നെയോ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇൻ കേസ് നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അറിയിക്കുക കേട്ടോ. ഇത് ഷാരോൺ, നിനക്ക് എത്ര ഐറ്റം ഉണ്ടടാ? അങ്ങോട്ട് നോക്കണ്ട, നീ ഇങ്ങോട്ട് പറഞ്ഞാ മതി. നീ ഏതിനൊക്കെ പങ്കെടുക്കുന്നു? ഒന്നുമില്ലേ? അത് പറ്റത്തില്ല. നീ 3 ഐറ്റത്തിന് പങ്കെടുക്കണം. ഏതൊക്കെ ഐറ്റം ഇപ്പൊ തീരുമാനിക്കണം? പറയ്. നമുക്ക് പാട്ടുപാടാ അറിയത്തില്ലേ? അറിയാം. അപ്പോ ലൈറ്റ് മ്യൂസിക് ആയി. ഓക്കെ, അടുത്ത് റെസിറ്റേഷൻ, സ്പീച്ച്. ഒരു കാര്യം ചെയ്യ്, ഇതൊരു സ്പീച്ചിനുള്ള ടോപ്പിക്സ് നേരത്തെ തരും. നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ടൈമുണ്ട്. അതുകൊണ്ട് ഇന്ന് നീ വൈകുന്നേരത്തിനകത്ത് വെച്ച് നീ ഏതൊക്കെ ഐറ്റത്തിന് പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം ഒന്നുകിൽ ആ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് കിട്ടുന്നത് എനിക്കാണ്. സ്കൂളിലുള്ള വേറെ ആർക്കല്ല, എനിക്കാണ് ആ ഗൂഗിൾ ഫോമിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നത്. ഒന്നുകിൽ എനിക്ക് അതിൽ നിന്റെ ഡീറ്റെയിൽസ് അറിയണം, അല്ല എങ്കിൽ നീ എനിക്ക് മെസ്സേജ് അയക്കണം ഏതൊക്കെ ഐറ്റമാണ് നീ പങ്കെടുക്കുന്നുള്ള കാര്യം. കേട്ടല്ലോ? ചെയ്യണേ. ഇത് നിങ്ങൾക്ക് കമ്പൽസറി. നിങ്ങൾ മാത്രമേ, ബാക്കി എല്ലാരും. സഞ്ജയ് ഡാൻസിനൊക്കെ ഉണ്ടോ? ഓക്കെ, സോ ക്യാൻ വി വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്? നമുക്ക് നിർത്താവോ ഇന്നത്തെ ക്ലാസ്? ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഹാവ് എ ഗുഡ് ഡേ. Have a nice day, sir. Thank you. Bye. ബൈ സാർ.